സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം പൊതുഗതാഗതത്തിന്റെ പ്രസക്തി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സർക്കാർ സ്ത്രീകൾക്കായി സൗജന്യ ബസ് യാത്രാ പദ്ധതിയായ പ്രിയദർശിനി ആരംഭിച്ചത്. 2 ആഴ്ച പിന്നിടുമ്പോൾ പൊതുസമൂഹത്തിൽ പദ്ധതിക്ക് നല്ല സ്വീകാര്യതയുമാണ്. സ്ത്രീ യാത്രക്കാരിൽ 30% വർധനയുണ്ടായതായും KSRTCയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ കൂടുതൽ ബസ്സുകൾ വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സമൂഹം പ്രിയദർശിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ധനവില വർധനവും പ്രിയദർശിനിയും വിജയം കാണുമ്പോൾ മറ്റൊരു വശത്ത് ആശങ്ക ഉയരുകയാണ്. രണ്ടിനുമിടയിൽ തകർച്ചയുടെ നെല്ലിപ്പടിയിലേക്കാണ് സ്വകാര്യ ബസ്സുകളുടെ യാത്ര. 2 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 200ഓളം സ്വകാര്യ ബസ്സുകളാണ് നഷ്ടം കാരണം യാത്ര നിർത്തിയത്. കോവിഡിനെ തുടർന്ന് കിതച്ചു തുടങ്ങിയ ബസ് വ്യവസായം നിലവിൽ നിൽക്കുമെന്ന അവസ്ഥയിലാണ്. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്ത്രീകൾ സ്വകാര്യ ബസ്സുകളെ കൈവിട്ടു. ബസ് യാത്രക്കാരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. അവർ കൂട്ടത്തോടെ KSRTC ബസ്സുകളെ ആശ്രയിച്ചു തുടങ്ങിയതോടെ സ്വകാര്യ മേഖലയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലാണ്. കോവിഡിനെ തുടർന്ന് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണത്തിലെ വർധനയാണ് ബസ് വ്യവസായത്തെ ആദ്യം ബാധിച്ചത്. മറുനാടൻ തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ ദിനംപ്രതി ശരാശരി 1500 രൂപയുടെ വരുമാന നഷ്ടമാണ് സ്വകാര്യ ബസ്സുകൾക്കുണ്ടായത്. നിലവിലെ ഇന്ധനവില വർധനയിൽ ബസ്സുകളിൽ ഫുൾ ടാങ്ക് ഇന്ധനം അടിക്കണമെങ്കിൽ വൻ സാമ്പത്തിക ബാധ്യതയാണുള്ളത്. കണ്ണൂർ ജില്ലയിൽ 2000-ൽ പരം ബസ്സുകൾ ഓടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് 800 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം 13 വർഷമായിട്ടും ഇതുവരെ പരിഗണനയിൽ പോലും എടുത്തിട്ടില്ല. സ്വകാര്യ ബസ്സുകളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുഗതാഗത തരംഗം സമഗ്രമാകില്ല. ഒരു കാലത്ത് 10,000 ഉപജീവനം നടത്തിയിരുന്ന മേഖല, കേരളത്തിന്റെ ഗതാഗത രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വ്യവസായ രംഗം. അതെ, സ്വകാര്യ ബസ് വ്യവസായം അതിന്റെ പ്രതാപകാലം പിന്നിട്ട് അതിജീവനത്തിന്റെ വഴിയിലാണ്. 8,000-നും 10,000-നും ഇടയ്ക്ക് സ്വകാര്യ ബസ്സുകളാണ് സംസ്ഥാനത്തുള്ളത്. KSRTCക്ക് 5,500 ബസ്സുകൾ. ഇതിൽ 3,125 ഓർഡിനറി ബസ്സുകളാണ് സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകളെല്ലാം ഇതേ വിഭാഗത്തിൽപ്പെട്ടവയാണ്. മത്സരിച്ച് കച്ചവടം നടത്തിയിരുന്ന 2 സ്ഥാപനങ്ങളിൽ ഒന്നിൽ ഒരു സുപ്രഭാതത്തിൽ സൗജന്യ സേവനമായാൽ മറ്റേതിന്റെ നിലനിൽപ്പ് അപകടത്തിലാകും. ഇതുതന്നെയാണ് സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. പല റൂട്ടുകളിലും സർവീസുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ചില ബസ്സുകൾ ലാഭമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയുമാണ്. ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ദൈനംദിന യാത്രക്കാരുടെ ആശ്രയമായിരുന്ന സ്വകാര്യ ബസ്സുകൾ ഇന്ന് സാമ്പത്തികമായി നിലനിൽക്കാൻ പോലും പ്രയാസപ്പെടുന്ന സാഹചര്യമാണ്. പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ്സുകളെ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യം സർക്കാരും സമ്മതിക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ ദിവസം 2,000 രൂപയ്ക്കടുത്ത് കുറവുണ്ടായിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞിരുന്നു. സ്വകാര്യ ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച ഗതാഗത മന്ത്രി ടിക്കറ്റ് ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിച്ചത് ശിരസാവഹിച്ചുകൊണ്ട് ബസ്സിനുള്ളിൽ പലഹാര കച്ചവടം വരെ നടത്തി തുടങ്ങിയിരിക്കുകയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ. കളക്ഷൻ കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ അധികം വൈകാതെ സ്വകാര്യ ബസ്സുകൾ പലതും കട്ടപ്പുറത്താകുമെന്നാണ് ബസ് ഉടമകളും ജീവനക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. യാത്രക്കാർ തിങ്ങി നിറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന പല ബസ്സുകളും ഇന്ന് ആളില്ലാതെ വെറുതെ ഓടേണ്ട അവസ്ഥയാണ്. സ്വകാര്യ ബസ്സുകാർ വരുമാനത്തിന് മറ്റു മാർഗങ്ങൾ തേടണമെന്ന മന്ത്രിയുടെ പ്രസ്താവനയുടെ പൊള്ളത്തരത്തെ പരിഹസിച്ച് കഴിഞ്ഞ ദിവസം ബസ്സുകളിൽ അച്ചപ്പവും കുഴലപ്പവും വിറ്റാണ് ബസ് ജീവനക്കാർ പ്രതിഷേധം അറിയിച്ചത്. മിക്ക ജില്ലകളിലും 200-നടുത്ത് സ്വകാര്യ ബസ്സുകൾ ഈ ദിവസങ്ങളിൽ ഓട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഈ ജില്ലകളിലെല്ലാം വരും ദിവസങ്ങളിൽ സമരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന സ്ത്രീ യാത്രക്കാർ ഇപ്പോൾ പ്രിയദർശിനി വന്നതിന് ശേഷം എത്ര സ്വകാര്യ ബസ്സുകൾ വന്നാലും KSRTC ബസ് നോക്കി നിൽക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. തിരക്ക് മൂലം കൂടുതൽ KSRTC ബസ്സുകൾ ആവശ്യപ്പെട്ടതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പണിയെടുക്കുന്ന കൂലി തന്നെ 2-3 ദിവസം കഴിയുമ്പോഴാണ് ലഭിക്കുന്നത്. 10 രൂപയുടെ ടിക്കറ്റ് പോലും KSRTCക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ് വ്യവസായം നിർത്തലാക്കേണ്ടി വരും. ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ തുക കൂട്ടുന്നതിനൊപ്പം പ്രിയദർശിനി സൗജന്യ വനിതാ യാത്രാ പദ്ധതിക്ക് ഒരു മാനദണ്ഡം കൂടി വെക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കൂ. വർക്ക്ഷോപ്പ് ജീവനക്കാരും യാത്രക്കാരെ വിളിച്ചു കയറ്റാൻ സ്റ്റാൻഡിൽ നിയോഗിക്കപ്പെട്ടവരുമടക്കം പ്രത്യക്ഷവും പരോക്ഷമായി ഒട്ടേറെ പേർ സ്വകാര്യ ബസ് മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നികത്താൻ KSRTCയെ കൊണ്ട് കഴിയില്ല. സ്വകാര്യ മേഖലയും ശക്തിപ്പെട്ടാൽ മാത്രമേ പൊതുഗതാഗതം നിലനിൽക്കുകയുള്ളൂ. സ്ത്രീകൾക്കായി സൗജന്യ യാത്ര അനുവദിച്ചത് എന്തുകൊണ്ടും നല്ലത് തന്നെ. എന്നിരുന്നാലും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റൊരു മേഖലയെ അപ്പാടെ തകർത്തുകൊണ്ടാവരുത്.